നമുക്ക് എല്ലാത്തിനും ഒന്നും മറുപടി കൊടുക്കാൻ പറ്റൂല. നമ്മളെക്കുറിച്ച് പലതും പറഞ്ഞേക്കാം, പക്ഷെ എല്ലാത്തിനുള്ള മറുപടി നമുക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ചിലതിൽ എന്തെങ്കിലും ന്യായമുണ്ട് എന്ന് നമുക്ക് തോന്നുവെച്ചാൽ നമ്മളതിന് തീർച്ചയായിട്ടും മറുപടി കൊടുത്തേ പറ്റൂ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല സംസാരങ്ങളാണ് എന്നെക്കുറിച്ച്. അതിൽ ഒരു സംസാരമാണ് ഞാൻ ഒരു ഫോട്ടോ മാത്രമേ വരയ്ക്കുള്ളൂ എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള സത്യാവസ്ഥ അതൊന്നുമല്ല. ഞാൻ ഉണ്ണിക്കണ്ണന്മാരാ, ഏതൊരു മോഡലും ഉണ്ണിക്കണ്ണന്മാരെ വരയ്ക്കും. പക്ഷേ അതേപോലെ പകർത്താനൊന്നും എനിക്കറിയില്ല. എൻ്റേതായിട്ടുള്ളൊരു ശൈലിയിൽ ഞാൻ പകർത്തും. അപ്പോൾ ഞാൻ നിലവിൽ വരച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വെണ്ണക്കണ്ണൻ എൻ്റെ സിഗ്നേച്ചർ ഐറ്റമാക്കി ഞാൻ മാറ്റിയതായിരുന്നു. കാരണം ആർക്കും ഉണ്ടാവും സ്വന്തമായിട്ടൊരു സിഗ്നേച്ചർ ഐറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അത് എൻ്റെ വെണ്ണക്കണ്ണനാണ് ഞാൻ സിഗ്നേച്ചർ ഐറ്റം ആക്കിയത്. കാര്യം എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത ആൾക്കാർ പോലും എൻ്റെ കണ്ണനെ കണ്ടാൽ തിരിച്ചറിയുന്ന രൂപത്തിലേക്ക് ഞാൻ ആക്കി മാറ്റുകയായിരുന്നു. പക്ഷെ അത് ഇത്രത്തോളം വിവാദങ്ങൾക്ക് ഇടവരുത്തു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ കരുതിയത് എന്താ വെച്ചാൽ അടുത്ത വിഷുവിൻ്റെ അന്നേക്ക് വേറൊരു രൂപം അല്ലെ വേറൊരു മോഡൽ വേറൊരു രൂപത്തിലും ഭാവത്തിലും കണ്ണനെ വരച്ച് ഗുരുവായൂർ വെച്ചിട്ട് എല്ലാവർക്കും കാണിച്ചു തരണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി അത്രത്തോളം വൈകണ്ട, ഒന്ന് ജസ്റ്റ് വരച്ച് ഞാൻ കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ 1-2 മോഡൽ ഞാൻ ഇതിനു മുമ്പേ വരച്ചിട്ടുണ്ടായിരുന്നേ. അത് തന്നെ ഞാൻ വീണ്ടും വരയ്ക്കുമ്പോൾ എനിക്ക് അതേ മാത്രമേ അറിയുള്ളൂ എന്നാവും അടുത്തത്. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ ഒരു ഫോട്ടോ എടുത്തത്. ഇതെന്ന് പറയാൻ നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുന്ന സെയിം മോഡൽ അല്ല, രൂപം അതായിരിക്കും, അതേപോലെ പകർത്താനൊന്നും എനിക്കറിയില്ല. എൻ്റേതായിട്ടുള്ളൊരു ശൈലിയിലാണ് ഞാനിത് വർക്ക് ചെയ്യുന്നത്. എൻ്റേതായിട്ടുള്ള ശൈലി എന്ന് പറയുമ്പോൾ അത് പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതേപോലെ പകർത്തി വരയ്ക്കാനോ അല്ലെ അതേപോലെ ചെയ്യാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എൻ്റേതായൊരു ശൈലിയിൽ കണ്ണനെ ഞാൻ പൂർത്തീകരിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഫുള്ള് ഫിനിഷ് ആയതിനു ശേഷവും ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ ഫോട്ടോ ഫിനിഷ് ആയിട്ടുണ്ട്. ദാ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഫോട്ടോ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ളൊരു ഫോട്ടോ ആയിരിക്കും. പക്ഷേ ആ ഫോട്ടോയും ഇതും തമ്മിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. കാരണം എനിക്ക് അതേപോലെ പകർത്തി വരയ്ക്കാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റേതായിട്ടുള്ള ശൈലിയിലാണ് ഈ ഒരു ഫോട്ടോ വരച്ചത്. പിന്നെ അതിനേക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമായിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്തൊരു ഫോട്ടോ ആണ്. അപ്പോൾ ഇപ്പം എല്ലാവരുടെയും പരാതി മാറി എന്ന് വിശ്വസിക്കുന്നു. ഒരു കണ്ണനെ മാത്രമല്ല, ഞാൻ അനേകം കണ്ണന്മാരെ വരയ്ക്കും. അതെൻ്റെ സിഗ്നേച്ചർ ഐറ്റം മാത്രമാണ്.